പേരൂരിൽ കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ വെച്ചു താമസിപ്പിക്കുന്നതായി പരാതി. ഇതിനെതിരെ പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിച്ചു. ഏരൂരിലെ പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടറായ തൃക്കോയിക്കൽ ശബരിയിൽ ദീപുവിന്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒക്ടോബർ 16 നൽകിയ അപേക്ഷയിലാണ് കാലതാമസം നേരിട്ടത്. പിന്നെ ആ സെഷൻ വർക്കും ഇല്ലായിരുന്നു. ഈ ഫയൽ കിട്ടിയ കാര്യം ഞാനിപ്പോഴാണ് അറിയുന്നത്. ഫയലിനൊരു ഫയൽ ട്രാക്ക് ഉണ്ടല്ലോ. ഫയൽ ട്രാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഫയൽ ഫ്രണ്ട് ഓഫീസിൽ കൊടുക്കുന്നു. ഫയൽ നേരെ നമ്മുടെ സെഷനിൽ വരുന്ന സെഷനിൽ അന്വേഷണം നിലവില് പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ്. ഏത് പഞ്ചായത്തിനെ സംബന്ധിച്ച് അത് പല പ്രാവശ്യങ്ങൾ പത്രമാധ്യമങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. ഏത് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇവിടെ ഫയൽ നീങ്ങാൻ ഭയങ്കര താമസം. അങ്ങനെ ഉണ്ടാവാൻ പാടില്ലല്ലോ. ഒത്തിരി ലേറ്റ് ആകുമ്പോ ആ വീട്ടുകാരൻ തന്നെ നമ്മളെ തന്നെ മടുക്കും സാറേ. പിന്നെ വർക്ക് പോലും കയ്യിൽ നിന്ന് പോയൊരു സാഹചര്യം കൺട്രാക്ടർമാർക്കുള്ളത്. അതിന്റെ ആ ബുദ്ധിമുട്ടാണ് നമ്മൾ ആവലാതിയായിട്ട് പറയുന്നത്, അല്ല മറ്റൊന്നുമല്ല സാർ. ആയിക്കോട്ടെ, നമ്മളെന്തായാലും ഭരണസമിതിയുടെയും കൂടെ ശ്രദ്ധയിൽപ്പെടുത്താം ഈ വിഷയം. അങ്ങനെ പിന്നെ അങ്ങനെ ഞാൻ വന്നതിന് ശേഷം എനിക്ക് വന്ന് ഇതൊരു ഉത്തമ തെളിവല്ലേ സാറേ? ഈ ഫയല് കഴിഞ്ഞ ദിവസം ഇത് നമ്മളെ ശ്രദ്ധപ്പെടുത്തിയപ്പോ നമ്മളിവിടെ പിന്നെ ഇത് അന്വേഷിക്കുന്നത് ഫയൽ എങ്ങനെയോ ഫ്രണ്ട് ഓഫീസിൽ അപേക്ഷ കൊടുക്കുമ്പോൾ 1000 പിന്നെ കാര്യങ്ങൾ ചെയ്യുമ്പോ അതിനകത്ത് ഒന്നോ രണ്ടോ ന്യായീകരണമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മള് പിന്നെ സാധാരണക്കാരനൊരു വീട് വെക്കുന്നതിന് വേണ്ടി അവരൊരു സ്വപ്നമാണ്, അതാണ് ഇവിടെ കൊണ്ട് തരുന്നത്. അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യുവേഷൻ ഇന്നതാണ് കാരണം എന്ന് കാണിച്ചുകൊണ്ട് അവർക്ക് മറുപടി കൊടുക്കും. ഇതിപ്പോ 4 മാസ കാലമായിട്ട് ഫയൽ അവിടെ പോയി എന്ന് പറഞ്ഞാൽ അതൊരു ന്യായീകരണേ അല്ല കാര്യത്തിൽ. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847. ഏരൂർ പഞ്ചായത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പെർമിറ്റിന് അപേക്ഷിച്ചാൽ വളരെയധികം കാലതാമസങ്ങൾ വരുന്നുവെന്ന് പരാതികൾ എല്ലാ കോൺട്രാക്ടർമാരിൽ നിന്നും ഉയർന്നിരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ദീപു ഒരു പരാതിയുമായി സംഘടനയെ സമീപിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു പെർമിറ്റിന് വേണ്ടി പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുകയും 4 മാസക്കാലം കഴിഞ്ഞിട്ടും തുടർ നടപടികൾ ഒന്നും തന്നെ അതിൻ്റെ മേൽ നടത്താതിരിക്കുകയും പഞ്ചായത്തിൽ വന്ന ഫയലിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ നിലവിൽ ആ ഫയൽ കണ്ടില്ല എന്നുള്ള മറുപടിയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അങ്ങനെ മറ്റു ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ 2 ദിവസത്തിനുള്ള ഫയൽ കണ്ടെത്താം എന്നും പറയുക അദ്ദേഹം മടങ്ങിപ്പോവുകയും ചെയ്തു. ആ 2 ദിവസത്തിന് ശേഷം വരുമ്പോഴും ഈ ഫയൽ കാണാത്തൊരു സാഹചര്യമാണ് ഈ ഒരു പഞ്ചായത്തിൽ നിന്നത്. അങ്ങനെ അദ്ദേഹം പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടിംഗ് അസോസിയേഷനിലെ മെമ്പർ എന്നുള്ള നിലയിൽ നമ്മുടെ സംഘടനയ്ക്ക് പരാതി നൽകുകയും നമ്മുടെ സംഘടന ആ കാര്യത്തെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ പഞ്ചായത്ത് സെക്രട്ടറിയെ കാണാൻ എത്തിയിട്ടുള്ളത്. പഞ്ചായത്ത് സെക്രട്ടറിയുടെ അഭിപ്രായം അനുസരിച്ച് ആ ഫയൽ എങ്ങനെയോ കാണാതെ പോയതാണ്, ഇന്ന് തന്നെയുള്ള പരിഹാരം കണ്ടെത്തി കൊടുക്കാമെന്ന് പറയുന്നു. എങ്കിലും മറ്റുള്ള എല്ലാ കോൺട്രാക്ടർമാരെ സംബന്ധിച്ചും അവരുടെ എല്ലാവരുടെയും ഒരു പരാതിയാണ് നിലവിൽ ഈ നമ്മുടെ ഏരൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച്. സമീപ പ്രദേശങ്ങളായ ഇതര പഞ്ചായത്തുകളിലൊന്നും ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കാത്ത അവസ്ഥയാണ്. പക്ഷേ ഏരൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇത് കൃത്യസമയത്ത് പഞ്ചായത്തിൻ്റെ പെർമിറ്റുകൾ വന്ന് അത് നോക്കി അതിൻ്റെ പെർമിറ്റ് കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലനിന്ന് പോകുന്നത്. അത് നിർമ്മാണ മേഖലയെ വളരെ കാര്യമായി ബാധിക്കുന്നുണ്ട്. അതിൻ്റെ വർക്ക് എടുക്കുന്ന കോൺട്രാക്ടർമാരെ സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നമാണ്. വീട്ടുകാരെ സംബന്ധിച്ച് കാലാനുസൃതമായ ആ പണികൾ തീർക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ലോണുകളുമായി ബന്ധപ്പെട്ട് കൃത്യസമയത്ത് അതിൻ്റെ ലോണുകൾ എടുക്കുവാനും കിട്ടുവാനും വളരെ കാലതാമസം ഉണ്ടാകുന്നു. അതുകൊണ്ട് അടിയന്തരമായി പഞ്ചായത്ത് സെക്രട്ടറി അടക്കം ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട് അതിന് ഉടനടി പരിഹാരം ഉണ്ടാകണം എന്ന് മാത്രമാണ് പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടിംഗ് അസോസിയേഷന് ഇവിടെ അറിയിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പലതവണ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തി വിവരം അന്വേഷിക്കുമ്പോഴെല്ലാം ബന്ധപ്പെട്ട ഫയൽ കാണുവാനില്ല എന്നുള്ള മറുപടിയാണ് ലഭിക്കുന്നതെന്നും ഇതിനു പിന്നിൽ പ്രസിഡന്റും താനുമായുള്ള വ്യക്തിവിരോധമാണെന്നും താൻ ഏറ്റെടുക്കുന്ന വർക്കുകൾക്ക് പെർമിറ്റ് നൽകാതെയും തടസ്സങ്ങൾ ഉന്നയിച്ചും വർക്കുകൾ തടസ്സപ്പെടുത്തുകയാണെന്നും ദീപു ആരോപിച്ചു. ഞാൻ ഒരു കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഈ പെർമിറ്റിന് വേണ്ടി ഞാൻ കൊടുക്കുന്നത് 10/16 ഈ പെർമിറ്റിന് പൈസ അടച്ചാണ് 16,000 രൂപ പെർമിറ്റ് പൈസ അടച്ചത്. അപ്പം ആ ചൊവ്വാഴ്ച വന്നപ്പം ബുധനാഴ്ച വരാൻ പറഞ്ഞു. അപ്പോൾ ഓരോ ദിവസം രാവിലെ വൈകിട്ട് എനിക്ക് അറിയാം. അതിനിടയ്ക്ക് സെക്രട്ടറി കണ്ടു, HC കണ്ടു. അപ്പോൾ അവർ പറഞ്ഞത് ഈ ഫയൽ എവിടെ മിസ്സായി, നോക്കിയെടുക്കാൻ. അപ്പോൾ ശനിയാഴ്ച സെക്രട്ടറി ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് തിങ്കളാഴ്ച പെർമിറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ മീഡിയ വിളിക്കും. അങ്ങനെ തിങ്കളാഴ്ച രാവിലെ വന്നപ്പം 11 മണിയോടുകൂടി പെർമിറ്റിന്റെ ഫയൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു.
ഇത് ഇത് മാത്രമല്ല, ഇത് എൻ്റെ പേരിലുള്ള പെർമിറ്റാണ്. ഇത് എനിക്കിപ്പോൾ ഒരു പഞ്ചായത്തിൽ വർക്ക് എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. എന്നുവെച്ചാൽ എവിടെ ചെന്നാലും എന്തെങ്കിലും ഒബ്ജക്ഷൻ, അല്ല ഇപ്പം എൻ്റെ പെർമിറ്റ് കാലാവസ്ഥ ഫയൽ മാറ്റി വെക്കുക, കുറേ ആൾ അവിടെ ഇരിക്കുക. ഇതൊരു ജനത്തിന് നമ്മളെ വർക്കിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇതിനകത്ത് മെയിൻ എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രസിഡന്റും ഞാനുമായിട്ട് അത്ര ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട്, കോയിക്കൽ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് കുറെ തർക്കങ്ങളും കുറെ പരാതികളൊക്കെ വിട്ടിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു വ്യക്തിപരാഗം നമ്മളെ ഏതെല്ലാം രീതിയിൽ ബുദ്ധിമുട്ടിക്കാമോ അതെല്ലാം രീതി ചെയ്തുകൊണ്ടിരിക്കുക. പോലെ പലരിൽ നിന്നും പൈസ വാങ്ങിച്ചത് അതിന്റെ കണക്കുകളൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അത് നമ്മളെ ഈ രീതിയിൽ ദ്രോഹിക്കും. ഇതാണ് ഇതിന്റെ മെയിൻ പ്രശ്നം. അതാണ് നമ്മൾ എത്ര രീതി ദ്രോഹിച്ചുകൊണ്ടിരിക്കും എല്ലാ രീതിയിലും. എന്നുവെച്ചാൽ സാമ്പത്തികമായിട്ടും പിന്നെ പണിയുടെ ഫീൽഡിലും പിന്നെ ഈ പെർമിറ്റ് തരാതെ താമസിപ്പിക്കുക. ഇതിപ്പം 4 മാസമായി ഈ പെർമിറ്റിന്റെ, എന്റെ പേരിലുള്ള ഈ പെർമിറ്റിന്റെ ഫയലേ ഇവിടെ ഇല്ല. ഇപ്പൊ ഇത് ഫയൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇപ്പൊ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് താൻ ഏറ്റെടുത്ത മറ്റൊരു വീടിന്റെ വർക്കും ഇത്തരത്തിൽ തടസ്സപ്പെടുത്തിയെന്നും പിന്നീട് സ്ഥലം MLA നേരിൽ കണ്ട് വിവരം അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ആ വർക്കിന് അനുമതി ലഭിച്ചതെന്നും തനിക്ക് ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ വർക്കുകൾ ഏറ്റെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഇതുമൂലം വൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും ദീപ് പറയുന്നു. എന്നാൽ മതിയായ ജീവനക്കാർ ഓഫീസിൽ ഇല്ലാത്തതിനാണ് പെർമിറ്റ് ലഭ്യമാകുവാൻ കാലതാമസം ഉണ്ടായതെന്നും പെർമിറ്റ് നൽകുവാൻ ഭരണസമിതി തീരുമാനം വേണ്ടാത്തതുകൊണ്ട് പ്രസിഡന്റ് ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്നും പെർമിറ്റ് ലഭ്യമാകുന്നതിന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആണെന്നും സെക്രട്ടറി L. വിനയൻ പറഞ്ഞു. PBCA ജില്ലാ ജനറൽ സെക്രട്ടറി സജിത് S, വൈസ് പ്രസിഡന്റ് ബിജുകുമാർ, കമ്മിറ്റി അംഗം ഗിരീഷ് കുമാർ, PBCA അഞ്ചൽ ഏരിയ പ്രസിഡന്റ് സുധീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ ഏരൂർ. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം. കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം 3D പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു. കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ ഡിസൈൻ, റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ, ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. Bima Building Contractors, Anjal, Agastikoda. Contact 94472 44659 89218 37847.